റെഡ് മാജിക് ടാബ്ലറ്റ് 3D എക്സ്പ്ലോറർ എഡിഷൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. 3D ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് ടാബ്ലറ്റ് 3D എക്സ്പ്ലോറർ എഡിഷൻ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 12.1 ഇഞ്ചിന്റെ 2.5K റെസൊല്യൂഷൻ വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു 3D മോഡ് ഉണ്ട്. 2D ഉള്ള കണ്ടൻസ് ഒക്കെ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മൾ സെപ്പറേറ്റ് ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യേണ്ട. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുന്നത് തന്നെ ആ ഒരു 3D കണ്ടൻസ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ് മാജിക് ഗെയിമിംഗ് ടാബ്ലറ്റ് പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ലീഡിംഗ് എഡിഷൻ എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. എന്നാലും ഇതിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 12GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാജിക് കൂളിംഗ് ഐസ് 2.0 എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3D ഇന്റേണൽ സർക്കുലേഷൻ ഡക്റ്റും 3D ഹീറ്റ് പൈപ്പും അതുപോലെ തന്നെ അണ്ടർ സ്ക്രീൻ ഹീറ്റ് ഡിസിപ്പിയേഷൻ അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മികച്ചൊരു കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 3 മൈക്ക് വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. DTS:X അൾട്രയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള റെഡ് മാജിക് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 13 മെഗാ പിക്സലിൽ 2 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൽ 2 ക്യാമറ സെൻസേഴ്സും വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10100 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 76,900 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പക്ഷേ 3Dക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു LCD ഡിസ്പ്ലേ അവർ ആക്കിയത്. പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3D ടാബ്ലറ്റ് ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം റെഡ് മാജിക് അവരുടെ ടാബ്ലറ്റുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അധികം ലോഞ്ച് ചെയ്യാറില്ല. ഗെയിമിംഗ് ഫോണുകൾ മാത്രമാണ് കാര്യമായിട്ട് അവർ ലോഞ്ച് ചെയ്യാറ്. അപ്പം ഈ ഒരു ഡിവൈസിന് ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഒരു ഫോണിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റെഡ് മാജിക് ടാബ്ലറ്റ് 3D എക്സ്പ്ലോറർ എഡിഷൻ എന്ന പുതിയൊരു 3D ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.